വെൽക്കം ബാക്ക് ടു സുബാബ വ്ളോഗ്സ്. ഇന്ന് എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും നമ്മുടെ ഇലക്ഷൻ ഡിക്ലറേഷൻ ഡേ ആണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് നമ്മൾ ന്യൂസ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുക്കള പണി എടുക്കുമ്പോഴേ ഞാനിത് തന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയും വസു എണീറ്റിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. ഏട്ടൻ ഓട്സാണ്, ഏട്ടൻ ഓട്സ് കഴിച്ചിട്ട് പോയി. ഇനി വസുവിനും എനിക്കും ദോശ ഞാൻ ഉണ്ടാക്കണം. വസു എണ്ണിക്കുന്ന കണക്കിന് ഉണ്ടാക്കിയാൽ മതി. ചോറൊക്കെ ഞാൻ വെച്ചു. ഏട്ടൻ ഇന്ന് ചോറ് കൊണ്ടുപോകാത്ത കാരണം കുറച്ച് ലേറ്റായിട്ട് എനിക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ ചോറ് വെച്ചു, കറി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു മുട്ട തോരനും ഒരു തക്കാളി ഇട്ട ഒരു മീനില്ലാത്തൊരു മീൻ കറിയും പിന്നെന്താ ഉണക്ക നങ്ക് മാന്തൽ പല പേരുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്ക നങ്കുണ്ട്. അപ്പോൾ അതിനെ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. മുളകൊക്കെ പുരട്ടി നമ്മൾ സാധാ മീൻ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ ഉണക്ക മീനാണെന്നേ ഉള്ളൂ. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ കരുവാടെന്നാണ് കേട്ടോ ഈ ഉണക്ക മീനെ പറയണത്. അപ്പോൾ അതാണ് ഇന്നത്തെ കറി. അപ്പോൾ ഞാൻ നല്ലൊരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കുന്ന എപ്പോഴും എനിക്ക് സൂപ്പറാണ്. പിന്നെ ആ മീനില്ലാത്ത മീൻകറിയിലേക്ക് കുറച്ച് ഞാൻ എണ്ണയും കടുകും ഉലുവയും കറിവേപ്പിലയും ഉള്ളിയിട്ടൊന്ന് താളിച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ മീനില്ല എന്നൊരു കുറവ് ഒഴിച്ചാൽ ബാക്കി കളിയല്ല, കറി സൂപ്പറായിരുന്നു. എന്തൊക്കെയാണോ ഞാനീ പറയുന്നത്. പിന്നെ ഉള്ളത് എന്താ, മുട്ടത്തോരനാകുമ്പോൾ പിന്നെ പൊരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തേങ്ങ ഇടാം, അങ്ങനെ ഇതൊക്കെ ഉള്ളിൽ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുട്ട തോരനാക്കിയത്. പിന്നെ ഇതാണ് കേട്ടോ നങ്ക്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. നമ്മൾ നങ്കെന്ന് പറയും, ചിലയിടത്ത് മാന്തളെന്ന് പറയും. മാന്തളെന്ന് പറയും ഇതിൻ്റെ കുറച്ചും കൂടെ വലിയ പോർഷനാണ് കേട്ടോ, വലിയ ബിഗ് സൈസിലിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തുണ്ടാക്കുന്നത്, ഒരു സൈഡിൽ ദോശ ഉണ്ടാക്കുന്നു, പിന്നെ ഒരു സൈഡിൽ ആ നങ്ങിന് നല്ല മസാലയൊക്കെ പുരട്ടി വയ്ക്കുന്നുണ്ട്. ഈ കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില പറിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ ഇടണം. അപ്പോൾ അതൊരു നല്ലൊരു സ്മെല്ലായിരിക്കും. ആ എണ്ണയിൽ കിടന്ന് ഈ പൊരിച്ച മീനിൻ്റെ കൂടെ കിടക്കുമ്പോൾ നല്ല എന്താ മണം. അങ്ങനെ മീനെ ഞാൻ ഓരോന്നായിട്ട് പെറുക്കിയിടുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ കരുവാട്. വസുവിന് എന്നെക്കാട്ടിലും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കൊടുത്തുകൂടാ കുട്ടികൾക്ക് ഈ കരുവാടെന്ന് പറയുന്ന സാധനം. അങ്ങനെ കരുവാട് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ശേഷം എന്താണ്, ചോറിന് അടച്ചിടുകയാണ്. അടയ്ക്കുക. നമ്മുടെ നാട്ടിൽ ചോറിന് അടച്ചിടുക എന്ന് പറയും, ട്രിവാൻഡ്രത്തതിന് വടിക്കുക എന്ന് പറയും. എന്തായാലും ഓരോ നാട്ടിലും ഓരോരോ എന്താ പറയുക വാക്കുകൾ. നേരത്തെ ഞാൻ മറ്റേ ഉള്ള സ്ട്രെയിനർ ഉണ്ടല്ലോ അതിനകത്തായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ കലത്തിലാണ് ഇങ്ങനെ ഊറ്റിയെടുത്തത്. കലത്തിൽ ഊറ്റിയിടുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ അരി ഇങ്ങനെ വടിച്ചിടണ പാത്രം വേറെ ഉണ്ട്. പിന്നെ ആ പാത്രം കൂടെ മെനക്കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ കുക്കറിനകത്ത് തന്നെ വടിച്ചിട്ടു. പിന്നെ വന്നിട്ടെന്താ, വസുവിനെ ഉണർത്തിക്കൽ എന്ന് പറയുന്ന വലിയൊരു ചടങ്ങാണ്. അപ്പോൾ വസു എന്തോ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ പപ്പിക്കുട്ടിയെ വാങ്ങിച്ചു. ആ പപ്പി എവിടെയെന്നാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കിയിരുന്നുണ്ട്. പിന്നെ ഇതിന് എക്സ്ട്രാ ഒരു പണിയായിട്ട് നിൽക്കണ്ടല്ലോ. അപ്പോഴപ്പോഴാണ് നമ്മൾ ചെയ്ത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി ഭാരം കുറയ്ക്കാം. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ചെയ്യുന്ന അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ മിക്കപ്പോഴും പക്ഷെ അങ്ങനെയാണ് ചെയ്യാറ്. ഭയങ്കര ടയേർഡാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ജോലി ചെയ്യുമ്പോൾ. അതിനുശേഷം വസുവിനെ ബ്രഷ് ചെയ്യിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. പിന്നെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വസുവിന് കുറച്ച് വെള്ളം കൊടുക്കും. ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിചാരിക്കും നല്ല കുട്ടിയാണെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല, ഇതൊന്നും ഇഷ്ടമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് വെള്ളമൊക്കെ ഇങ്ങനെ കൊടുത്ത് പല പൊട്ടക്കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, സ്പൈഡർമാൻ ആകും, വെള്ളം കുടിച്ചാൽ സൂപ്പർമാൻ ആകും, ബാറ്റ്മാൻ ആകും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വെള്ളം കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മളല്ല, വസുവിന് ഫുഡ് കൊടുത്തു. കാർട്ടൂണാണ് ആൾക്ക് ഇഷ്ടം. കാർട്ടൂൺ അല്ല, ഇങ്ങനെ യൂട്യൂബിൽ ഷോർട്സ് ഇല്ലേ, അതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ ഇരുന്ന് കണ്ടു. അപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയുടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ചൂടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ദോശയുടെ കൂടെ കഴിക്കുന്നത്. അല്ലാതെ ചമ്മന്തിയായിരുന്നു. അപ്പോൾ ചമ്മന്തി കുട്ടി കഴിക്കാൻ മൂടില്ലാത്തത് കൊണ്ട്, ഇതുള്ളത് കൊണ്ടാണ് കേട്ടോ ചമ്മന്തി കുട്ടി കഴിക്കാൻ മൂടില്ലാത്തത്. അങ്ങനെ അതിന് ശേഷം എന്താണ്, തുണിയൊക്കെ മെഷീനിലിട്ട് അതിനെ കൊണ്ടുവന്ന് വിരിച്ചിട്ടു വഴിയിൽ. പിന്നെ തിരിച്ച് വന്നിട്ട് ബാക്കി കിടന്ന പാത്രങ്ങൾ, ഒരു ലോഡ് പാത്രം സിങ്കിലിട്ട് നോക്കി കിടന്ന് ചിരിക്കണം. പിന്നെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് മടിയായിപ്പോവും. പിന്നെ അതിനെയൊക്കെ വന്ന് നല്ല കഴുകി വൃത്തിയാക്കി പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മൾ കിച്ചൺ നല്ല തുടച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചൺ കാണുമ്പോൾ നമുക്കൊരു മനസ്സന്തോഷമാണ്. വേറെ ജോലി ഭാരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. മേലിൽ തുണി വലിച്ചുകൊണ്ട് വന്നപ്പോഴേ എനിക്ക് ഭയങ്കര വെള്ളദാഹമായിരുന്നു. പിന്നെ ഞാൻ വന്നൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കുടിച്ച് സ്വർഗം. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് വസുവിനെ കുറച്ച് നേരം ഇരുത്തി പഠിപ്പിച്ച്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും വസു എന്താ ഗുഡ് ബോയ്. ഇല്ല, അടി വെച്ച് ബഹളം വെച്ചിട്ടാണ് വന്നിരുന്ന്
പഠിക്കണത്. പിന്നെ അതിനുശേഷം വസുവിനെ കുളിപ്പിച്ച് ചോറൊക്കെ കൊടുത്തോട്ടോ. ഇഷ്ടത്തോടെ അല്ലാതെ ഈ വന്നിരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല ചെയ്യുക. TV കാണാൻ മാത്രമാണ് ഇഷ്ടമുള്ളൊരു ഹോബി. പിന്നെ പടം വരയ്ക്കുക. കണ്ട ഗതികെട്ട് എൻ്റെ കൂടെ ഇരുന്ന് ന്യൂസ് കാണുന്ന കുട്ടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ നീ ന്യൂസൊക്കെ കാണുമോ? അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, അമ്മ എനിക്ക് TV വെച്ചൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിരുന്ന് കാണുന്നത്. അങ്ങനെ ആയിരിപ്പം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. പിന്നെ എനിക്കിതേ ഒന്നൊന്നര ടാസ്ക് ഉണ്ട്. TV വെച്ച് കൊടുക്കാത്തതുകൊണ്ട് ടോയ്സ് വെച്ച് നല്ല കളിച്ചു. ടോയ്സ് അത്രയും ഇവിടെ ഉണ്ട്. ഇന്ന് കുറവാണെന്ന് വേണം പറയാൻ ഈ നിരത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഉള്ള ടോയ്സ് മുഴുവൻ ഈ ഹാളിലുണ്ടാവും. അപ്പോൾ ഇവൻ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഞാൻ ഈ കൊണ്ടുവന്നെല്ലാം പെറുക്കി കുട്ടി വാരി എല്ലാം വൃത്തിയാക്കുക. അപ്പോഴേ ഞാൻ വീട് തൂത്തുവാരുകയും ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ 2 നേരം തൂത്തുവാരണം. ഞാൻ വൈകിട്ട് വീട് വൃത്തിയാക്കുള്ളൂ. കാരണം എന്തൊക്കെ നിരത്താൻ പറ്റുമോ അത്രയും സംഗതി അവൻ ഈ ഹാളിനകത്ത് നിരത്തും. പിന്നെ അതിനുശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. പിന്നെ കഴുകി വെച്ച പാത്രങ്ങൾ ഇങ്ങനെ പുറത്തിങ്ങനെ തോരാൻ വയ്ക്കും കേട്ടോ വെയിലത്ത്. എന്നിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചാൽ വലിയ പ്രശ്നമില്ലാണ്ടിരിക്കും. അങ്ങനെ തോരാൻ വെച്ച പാത്രത്തിനെല്ലാം കൊണ്ട് വന്നിട്ട് ബാക്കിയെല്ലാം കിച്ചൺ കബോർഡിനുള്ളിലാക്കി. പിന്നെ ചായക്ക് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഇതിനകത്ത് വെച്ചെന്താണ് വസുവിന് എന്ന് ഞാൻ മറ്റേ ഏത്തപ്പഴം കൊടുക്കാറുണ്ട്. അതിന് അവിക്കാൻ വെച്ചു. ഇവിടെ അതിനും പറയുന്നത് അവിക്കുക എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏത്തപ്പഴം പുഴുങ്ങുക എന്ന് പറയും. ഇവിടെ ഏത്തപ്പഴം അവിക്കുക എന്ന് പറയും. പുട്ടവിക്കുക, ഇടിയപ്പം അവിക്കുക, അതൊക്കെയാണ് ഇവിടെ പറയാം. ട്രിവാൻഡ്രത്ത്. പിന്നെ ഞാൻ ചായ ഇട്ടു. ചായയും ബിസ്ക്കറ്റും കൂടെ ഞാനിരുന്ന് കഴിച്ചു. വസു ഉറങ്ങണോണ്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എടാ വസു വാടാ പോടാ എന്നൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ചാണ് നമ്മൾ ചായ കുടിക്കാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് കത്തിച്ച് ഇങ്ങനെ കുളിച്ച് വന്ന് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം. അങ്ങനെ വിളക്ക് കത്തിച്ചതിന് ശേഷം ഇരുന്ന് നാമം ജപിച്ചില്ലെങ്കിൽ ഒരു സന്തോഷമില്ല. എന്തോ ഒരു വലിയ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാനിവിടെ കാണിച്ചത്. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചു എന്നുള്ള പ്രഹസനമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. കാര്യം കാണിക്കാൻ വേണ്ടിയില്ല. ഞാൻ എന്താണോ ഒരു ദിവസം ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. താങ്കളുടെ തളപതിയുടെ വിജയത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞാലും. അണ്ണൻ ജയിച്ചിട്ടാറല്ലേ, അണ്ണൻ ആഴ്ചയിൽ വന്നിട്ടാറല്ലേ, ഇനി പട്ടയ കലപ്പുറം തളപതി കുടിക്ക് മോനെ, കുടിക്ക് മോൻ കുടി. നോക്കൂ, ഇലയപ്പൊക്കെ വശങ്ങൾ നിങ്ങൾ കഴിക്കാനാണ്. ശരി, ബട്ടർപനം നിങ്ങൾക്കുള്ളതാണ്. ഇത് ഇലയപ്പം ആര്യക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇലയപ്പം വാങ്ങിച്ചിട്ട് വന്നത്. അതെ, നീ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? ഇല്ല, അവന് ഇഷ്ടപ്പെട്ടു. ഒരു TV അടിച്ച് പൊട്ടിച്ചിട്ടേ കിടന്ന് ഉറങ്ങുന്നു. നോക്കൂ, അത് ഇഷ്ടപ്പെട്ടോ? നോക്കൂ, ഇഷ്ടപ്പെട്ട മോളെ അത് പതുക്കെ കഴിക്കണം മോളെ. ചിലത് എണ്ണയുടെ അല്ല, തേങ്ങയുടെ ഒരു പൊട്ട ചോരയായിരിക്കുവേ. ഉണക്ക തേങ്ങയുടെ താങ്ക് യു സോ മച്ച്. എന്റെ വച്ചേണീറ്റേ വെച്ച് എന്ത് കഴിക്കുന്നു? ബത്തപ്പൻ ഗുംബോയ്. സൂപ്പർ ഷാജി ഭക്തൻ തലാവ ബച്ചാ വീരപ്പാപ്പ ഷാജി. ജയ്സൂരിക്ക് സ്പെഷ്യൽ ടാഗ് വേണം. ജയ്സൂരി ഓടുന്നില്ല, 4 വയസ്സുകാരൻ്റെ കല. 5 സൂപ്പർ. ഇനി ബിഗ് ബോസിനെ ഇടയ്ക്ക് ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. നല്ല അട്ട ഫ്ലോപ്പ്. കുറച്ച് അസു കഴിക്കുന്നില്ലേ? ഇത് കരിഞ്ഞിരിക്കുന്ന കണ്ടപ്പോഴും ഇറങ്ങി ഓടി. ഉടനെ പറഞ്ഞു എനിക്ക് വലിയ നീ കഴിക്കാൻ പറ്റില്ല. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. സാധനം കൊള്ളാം, പക്ഷെ ഇത് 10 out of 7.
മറ്റേ ഇതൊന്നും ചേർത്തില്ല, എന്താ മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കി. ഇനി അതുകൊണ്ടാണോന്ന് അറിയില്ല ഇങ്ങനെ ആയത്. നല്ല ചൂട്. എന്നാ കഴിച്ചോ. പിന്നെ നമ്മൾ കുറേ നേരം കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ടു. ഒരു സിനിമയൊക്കെ ഇരുന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാണ്ട് വന്നിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഇന്നത്തെ ഇലക്ഷനാണ്. ഇലക്ഷൻ്റെ ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിജയിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഏറ്റവും സന്തോഷം വിജയ് ജയിച്ചു തന്നെയാണ്. കാരണം ചേട്ടൻ ഭയങ്കര ഒരു വിജയ് ഫാനാണ്. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പിന്നെ ഉള്ള ചട്ടിയും കാലം എല്ലാം ഡൈനിങ് ടേബിളിൻ്റെ പുറത്തുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലെടുത്ത് ഇനി അതും കഴുകി ഇതും കഴുകി എല്ലാം കൂടെ കഴിയാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളല്ലാണ്ട് ഷോക്കേസിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് വരാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചട്ടിയും കലമൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ. ഇതെല്ലാം കൊണ്ട് വെച്ച് നമ്മളിരുന്ന് ഫുഡ്. വസുവിന് ഞാൻ നേരത്തെ കൊടുത്തായിരുന്നു. നമ്മൾ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് വസുവിന് ഞാൻ വാരി കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടത്തിൽ വന്നിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞിരിക്കുക. എന്നിട്ട് ആ ചോറിനെ കുഴച്ചിടുന്ന അല്ലാണ്ട് വസു കഴിക്കില്ല. അതുകൊണ്ട് എനിക്കറിയാവുന്നുണ്ട് ഞാൻ നേരത്തെ ഇവന് കൊടുക്കും. നമ്മൾ കൂട്ടത്തിൽ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ പറയും. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാം, എനിക്ക് വേറെ പ്ലേറ്റ് വേണം. എന്നിട്ട് അത് കഴിക്കേയില്ല, ഇരുന്ന് ഒന്നും ഉള്ളിൽ ചെല്ലൂല. അപ്പോൾ അച്ഛൻ മീൻ കഴിക്കണ കണ്ട, അപ്പം മീൻ വേണമെന്ന്. ഞാൻ ഈ ഉണക്ക നമുക്ക് ഞാൻ കൊടുത്തില്ലായിരുന്നു. അപ്പം ഈ വീഡിയോ എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ 1 hour മേലെ പോയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇത്രയൊക്കെ തന്നെയുള്ളതെന്ന് പറഞ്ഞൊരു വലിയ വീഡിയോ. എന്റെ ഒരു ഡേ ആണ് കേട്ടോ ഈ കാണിച്ചത്. ഇതും എല്ലാ ദിവസവും ഇതുപോലെ ആവണമെന്നില്ല, ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ളോഗ്സ്.